ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 79. 1 കൊറിന്തോസ് 15-16 അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രാധാന്യവും നമ്മുടെ വിശ്വാസം അതിൽ അധിഷ്ഠിതമായിരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 കൊറിന്തോസ് അധ്യായം 15. ക്രിസ്തുവിന്റെ ഉത്ഥാനം. സഹോദരരെ, ഞാൻ പ്രസംഗിച്ചതും നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾ നിലകൊള്ളുന്നതുമായ സുവിശേഷത്തെപ്പറ്റി ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കാം. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ മുറുകെ പിടിക്കുന്നെങ്കിൽ ഈ സുവിശേഷത്തിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടും. അല്ലാത്ത പക്ഷം നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥമായി തീരും. ഞാൻ സ്വീകരിച്ചത് നിങ്ങൾക്ക് ഞാൻ സർവപ്രധാനമായി ഏൽപ്പിച്ചു തന്നു. അതെന്തെന്നാൽ വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം 500-ലധികം സഹോദരങ്ങൾക്ക് ഒരേ സമയം പ്രത്യക്ഷനായി. അവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ചിലർ മരിച്ചുപോയി. പിന്നീട് അവൻ യാക്കോബിനും അത് കഴിഞ്ഞ് എല്ലാ അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. ഏറ്റവും അവസാനമായി അകാലജാതൻ എന്ന പോലെ എനിക്കും അവൻ പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചതിനാൽ അപ്പോസ്തലനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്നോടുള്ള അവന്റെ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. കാരണം അവരെല്ലാവരെയും കഠിനമായി ഞാൻ അധ്വാനിച്ചു. എങ്കിലും ഞാനല്ല, എന്നോടൊപ്പമുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാനാകട്ടെ അവരാകട്ടെ ഇങ്ങനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഇങ്ങനെയാണ് നിങ്ങൾ വിശ്വസിച്ചതും. മരിച്ചവരുടെ ഉത്ഥാനം. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവരുടെ ഉത്ഥാനമില്ലെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ ഉത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. മാത്രമല്ല, ദൈവത്തിന്റെ കപടസാക്ഷികളായി ഞങ്ങൾ കാണപ്പെടും. കാരണം ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചെന്ന് ദൈവത്തെപ്പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. എന്തെന്നാൽ വാസ്തവത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാവങ്ങളിൽ തന്നെയാണ്. മാത്രമല്ല, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ നാം പ്രത്യാശ വെച്ചവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ ദയനീയരത്രേ. ഇപ്പോഴാകട്ടെ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു. എന്തെന്നാൽ ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതിനാൽ ഒരു മനുഷ്യൻ വഴി മരിച്ചവരുടെ ഉത്ഥാനവും ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവനുള്ളവരാകും. എന്നാൽ ഓരോരുത്തരും താങ്കളുടെ ക്രമമനുസരിച്ച് ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും. അപ്പോൾ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നശിപ്പിച്ച് പിതാവായ ദൈവത്തിന് അവൻ രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവസാനമാകും. എല്ലാ ശത്രുക്കളെയും തന്റെ കാൽക്കീഴിലാക്കുവോളം അവൻ ഭരിക്കേണ്ടിയിരിക്കുന്നു. നശിക്കപ്പെടേണ്ട അവസാന ശത്രു മരണമാണ്. സമസ്തവും അവന് അധീനമാക്കിയിരിക്കുന്നു. എല്ലാം അധീനമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടമാണ്. എന്നാൽ എല്ലാം അവന് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെ അധീനനാക്കും. ഇത് ദൈവം എല്ലാറ്റിലും എല്ലാം ആകേണ്ടതിനാണ്. ഉയർപ്പിച്ചില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം സ്വീകരിക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തിന് സ്നാനം സ്വീകരിക്കണം? ഓരോ നാഴികയും ഞങ്ങൾ എന്തിന് അപകടങ്ങൾ നേരിടണം? സഹോദരരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ എനിക്ക് നിങ്ങളെ പ്രതിയുള്ള അഭിമാനത്താൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ദിവസം തോറും മരിക്കുന്നു. മാനുഷികമായി പറഞ്ഞാൽ എഫെസോസിൽ വച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമുണ്ടായി? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. കാരണം നാളെ നമ്മളും മരിക്കും. നിങ്ങൾ വഞ്ചിതരാകരുത്. ദുഷ്ടസംസർഗങ്ങൾ സദാചാരം ദുഷിപ്പിക്കും. നീതിബോധത്തോടെ സമചിത്തത പാലിക്കുക. പാപം ചെയ്യരുത്. ചിലർ ദൈവത്തെപ്പറ്റി അന്യരാണ്. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. ശരീരത്തിന്റെ ഉയർപ്പ്. ആരെങ്കിലും ചോദിച്ചേക്കാം,
മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? എങ്ങനെയുള്ള ശരീരത്തോടായിരിക്കും അവർ വരിക? വിഡ്ഢി, നീ വിതയ്ക്കുന്നത് അഴിയുന്നില്ലെങ്കിൽ അത് മുളയ്ക്കുകയില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകാനിരിക്കുന്ന ഈ ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ ഒരു മണി മാത്രം. ദൈവമാണ് തന്റെ അഭീഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നത്. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേതൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് മറ്റൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. അതേ നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിൽ വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ ഉത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ഭൗമിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർപ്പിക്കപ്പെടുന്നു. ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു, അവസാനത്തെ ആദം ജീവൻ നൽകുന്ന ആത്മാവും. ആദ്യമുണ്ടായത് ആത്മീയമായതല്ല, ഭൗമികമായതാണ്. പിന്നീട് ആത്മീയമായി അതുണ്ടായി. ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഭൗമികൻ, രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന്. പൊടിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ പൊടിയിൽ നിന്നുള്ളവരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. പൊടിയിൽ നിന്നുള്ളവന്റെ സാദൃശ്യം നമ്മൾ ധരിച്ച പോലെ സ്വർഗീയന്റെ സാദൃശ്യവും നമ്മൾ ധരിക്കും. സഹോദരരെ, ഞാൻ പറയുന്നത് ഇതാണ്: മാംസത്തിനും രക്തത്തിനും ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ല. നശ്വരമായത് അനശ്വരമായതിനെയും അവകാശപ്പെടുത്തുകയില്ല. നോക്കൂ, ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഒറ്റ നിമിഷത്തിൽ, അവസാന കാഹളത്തിൽ, കണ്ണുമയ്ക്കുന്ന വേഹളത്തിൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷരായി ഉയർത്തി നിൽക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായ ശരീരം അനശ്വരതയും മർത്യമായ ശരീരം അമർത്യതയും ധരിക്കേണ്ടിയിരിക്കുന്നു. നശ്വരമായ ശരീരം അനശ്വരതയും മർത്യമായ ശരീരം അമർത്യതയും ധരിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് സംഭവിക്കും. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാവവും പാവത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അതിനാൽ എന്റെ വത്സല സഹോദരരെ, കർത്താവിലുള്ള നിങ്ങളുടെ ശുശ്രൂഷ വ്യർത്ഥമല്ലെന്ന് മനസ്സിലാക്കി കർത്താവിന്റെ അധ്വാനത്തിൽ എപ്പോഴും അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലുമായിരിക്കും. 1 കൊരിന്തോസ് അധ്യായം 16. വിശുദ്ധർക്കുള്ള ധനശേഖരണം. വിശുദ്ധർക്കുള്ള ധനശേഖരണത്തെപ്പറ്റി ഗലാത്യയിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ച പോലെ നിങ്ങളും ചെയ്യുക. ആഴ്ചയുടെ ആദ്യ ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വരുമാനമനുസരിച്ച് ഒരു തുക മാറ്റി സൂക്ഷിക്കണം. ഞാൻ വരുമ്പോൾ പിരിവ് നടത്താതിരിക്കാനാണ് അത്. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നതിനായി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ഞാൻ അയക്കാം. ഞാൻ പോകുന്നത് ഉചിതമെങ്കിൽ അവരും എന്നോടൊപ്പം പോരട്ടെ. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ. ഞാൻ മക്കദോനിയയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം. കാരണം എനിക്ക് മക്കദോനിയ വഴിയാണ് പോകേണ്ടത്. എനിക്ക് നിങ്ങളോടുകൂടെ താമസിക്കണമെന്നുണ്ട്. കഴിയുമെങ്കിൽ ശീതകാലം മുഴുവൻ. പിന്നീട് എനിക്ക് പോകേണ്ടിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്ര അയക്കുമല്ലോ. ഇപ്പോൾ അതുവഴി വരുമ്പോൾ തിടുക്കത്തിൽ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടൊപ്പം താമസിക്കാനാണ് ഞാൻ പ്രത്യാശിക്കുന്നു. എന്നാൽ പെന്തോക്കോസ്ത വരെ ഞാൻ എഫെസോസിൽ താമസിക്കും. കാരണം ബലദായകവും വിശാലവുമായ ഒരു വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയേറെയുണ്ട്. തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വന്നാൽ അവൻ ഭയരഹിതനായി നിങ്ങളോട് കൂടെ വസിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവനും എന്നെപ്പോലെ കർത്താവിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ആകയാൽ ആരും അവനെ നിന്ദിക്കരുത്. എന്റെ പക്കലേക്ക് വരുന്നതിന് സമാധാനത്തോടെ അവനെ യാത്രയാക്കണം. സഹോദരനോടൊപ്പം അവനെ ഞാൻ കാത്തിരിക്കുന്നു. ഇനിയും സഹോദരൻ അപ്പോളസിനെ പറ്റി മറ്റു സഹോദരനോടൊന്നിച്ച് നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ അവനോട് കുറെ അപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ വരാൻ അവനൊട്ടും ഇഷ്ടമില്ല.
അവസരം കിട്ടുമ്പോൾ അവൻ നിങ്ങളെ സന്ദർശിക്കും. അഭ്യർത്ഥന അഭിവാദനം. ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുവിൻ, ധീരരും ശക്തരുമാകുവിൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. സഹോദരരെ, ഞാൻ ഇതാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അക്കിയായിലെ ആദ്യഫലം സ്തേഫാനോസിന്റെ കുടുംബമാണെന്നും അവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നെന്നും നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരുടെ കൂടെ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവർ അഭ്യർത്ഥന അഭിവാദനം. ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, ധീരരും ശക്തരുമാകുവിൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. സഹോദരരെ, ഞാൻ ഇതാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അക്കിയായിലെ ആദ്യഫലം സ്തേഫാനോസിന്റെ കുടുംബമാണെന്നും അവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നെന്നും നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരുടെ കൂടെ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം നിങ്ങൾ വിധേയരായിരിക്കണം. സ്തേഫാനോസും ഫോർത്തുനാത്തൂസും അഖായിക്കോസും വന്നു ചേർന്നതിനാൽ ഞാൻ ആഹ്ലാദിക്കുന്നു. കാരണം നിങ്ങളുടെ അഭാവം അവർ പരിഹരിച്ചു. അവർ എന്റെയും നിങ്ങളുടെയും ആത്മാവിന് ഉന്മേഷം പകർന്നു. ഇങ്ങനെയുള്ളവരെ അംഗീകരിക്കുക. ഏഷ്യയിലുള്ള സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അക്യൂലായും പ്രിസ്കായും അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയും കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുന്നു. സകല സഹോദരരും നിങ്ങളുടെ അഭിവാദനം ചെയ്യുന്നു. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. പൗലോസായ ഞാൻ സ്വന്തം കൈപ്പടയിൽ അഭിവാദനം രേഖപ്പെടുത്തുന്നു. ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കാതിരുന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാട്ടെ. ഞങ്ങളുടെ കർത്താവെ, വന്നാലും കർത്താവായ യേശുവിന്റെ കൃപ നിങ്ങളോടുകൂടെ. ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹം നിങ്ങൾ എല്ലാവരും കൂടെ. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും സകലതും സ്നേഹത്തിൽ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന് മഹത്വം.